പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പരിശ്രമിച്ചിട്ടും പേർത്തും കർത്താവെ, അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ, അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോ ഉദ്യമങ്ങൾ, ഓരോ പരീക്ഷകൾ, ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും
കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെ ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. നമ്മളെന്ത് ചെയ്ത വിഷയം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ ലോകത്തിന് നൽകുമ്പോൾ ദൈവം ഒരു 16,000 ഓപ്ഷൻസ് ക്രിസ്തുവിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന്, മാനവികതയുടെ വളരെ വ്യക്തതയുള്ള, കലർപ്പില്ലാത്ത, വെള്ളം ചേർക്കാത്ത മാനവികതയുടെ പുനഃസ്ഥാപനം. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുസ്ലിം അധ്യാപകൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ കുറച്ച് വാക്കുകൾ മതി എനിക്കെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട്, ഒന്ന്, വാളെടുത്തവൻ വാളാലെ, എൻ്റെ അപ്പുറത്തൊന്നുമില്ല, ക്രിസ്തു എന്ന വ്യക്തി മതി എനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം വേറെ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ക്രിസ്തു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്ക് എന്താണെന്നറിയാമോ? മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും അതിനാഥനാണ്. എല്ലാ അനുഷ്ഠാന ആചാരങ്ങളും അപ്പുറത്ത് മാനവികതയുടെ ആചാര്യനായിട്ട് മനുഷ്യനെ എല്ലാ തരത്തിലുള്ള സംസ്കാരവും സാമ്പത്തികവും അതുപോലെ തന്നെ എല്ലാതരം ആധ്യാത്മികമായിട്ട് എല്ലാ ബൗണ്ടറീസിൽ നിന്നുമാണ് ക്രിസ്തു വിടുതലായിട്ട് വരണത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. എന്നെ കേൾക്കുന്ന അക്രൈസ്തവ സഹോദരങ്ങളെ കേവലമായിട്ടെങ്കിലും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കാതെ സ്വന്തമായിട്ട് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് മാത്രം അത്രയും ട്രഷറാണ്. അതായത് ഇന്നും മനുഷ്യരാശി കണ്ടു ചെയ്ത് തരാത്തൊരു ട്രഷറാണ് ക്രിസ്തു. യൂദാസിൻ്റെ ഒരു ദുഃഖകരമായ അനുഭവത്തിന് മുമ്പിൽ ഈശോയുടെ നിലപാട് എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. മർക്കോസ് 14:21. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു എന്നുള്ള അർത്ഥമുണ്ട് എൻ്റെ അകത്ത്. കാര്യം ആത്മഹത്യ ചെയ്യണമെന്ന് ഈശോയ്ക്ക് അറിയാമല്ല. അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം തന്നെ എന്തും ആകാം അതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ ഇതേ വിഷയം വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഈശോയ്ക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. എന്താ ഈശോയുടെ കൺഫ്യൂഷൻ മാറ്റണത്? എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻ മാറ്റുന്നതെല്ലാം അതാണ്. എന്താണ്? കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കും. പിന്നെ കൺഫ്യൂഷൻ തീർന്നല്ല. എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് ഒരു നിലപാടെടുക്കും. 2 Corinthians 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്ന് നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. അപ്പം അതാണ് നമ്മുടെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഭൂമിയിൽ ചിലപ്പോൾ നമ്മൾ പരാജിതരായി കാണും. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളിന് വേണ്ടിയാണ് നമ്മൾ ഈ പരാജയപ്പെട്ട് കൊടുക്കണത്. ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്, അറിയാമല്ല.
ചിലയിടത്തൊക്കെ നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും. അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ചു തരണത്. പക്ഷെ നമുക്കത് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടികൊള്ളത് പോലെ പരാജിതരാകും. ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം? അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട്. അതാരാണ്? യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ. അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും. അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാജയപ്പെട്ട് കൊടുക്കുന്നത്. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സാന്ത്വനാഭിഷേകത്തിൻ്റെ ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ ദുർഘട നിമിഷങ്ങളിലെ മനുഷ്യന്മാരെ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. ദൈവം അവരിലേക്ക് ഇറങ്ങി വരാനും അവരെ ഏറ്റുകൊള്ളാനും കൈവരിക്കുന്ന ചില ശക്തമായ വിശ്വാസ സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തെ അത് വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും. ഞാൻ ഈ ദിവസങ്ങളിലെ ഒരു സഹോദരിയുടെ ഒരു ആധ്യാത്മികമായ പ്രതികരണം ഞാൻ കേട്ടു. കാര്യം അവർ തീരെ നിൽക്കുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത പങ്കാളി ഇപ്പോഴും മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുക. ഒറ്റ പൈസ ഇവർക്ക് ചിലവിന് കൊടുക്കണില്ല. ഇവൾക്കൊരു കുഞ്ഞുണ്ട്. അവളെ നോക്കണില്ല, തിരക്കണില്ല, അന്വേഷിക്കണില്ല. ഫോൺ വിളിച്ചാൽ ഇങ്ങോട്ട് തെറി പറയും. ഇങ്ങനെ പലതരത്തിൽ വിഷമിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനെ ഒരു ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയ്ക്കാണ് ഇവർ വരണത്. പക്ഷേ ഇവരുടെ ഈ വിഷയമെല്ലാം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഈ സങ്കടകരമായ കരളിന് കിടത്തുണ്ടാക്കുന്ന എല്ലാവിധ ദുഃഖാനുഭവങ്ങളും 1 by 1 ആയിട്ട് ഇവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഇവരൊരു വർത്തമാനം പറഞ്ഞ് അതെന്നെ വളരെ വല്ലാതെ രീതിയിൽ സ്വാധീനിച്ചു. അവർ പറഞ്ഞതാണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരണമെന്നല്ല, തിരിച്ച് വന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് നിലനിൽക്കും. പക്ഷേ അതല്ല, ആ മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ആധിയെന്ന്. ഞാൻ കുറച്ച് നേരത്തേക്ക് മിണ്ടിയില്ല. അച്ഛനായിട്ട് 10-32 കൊല്ലം. ഇങ്ങനെയുള്ള ജീവിതസന്ധികളിലൊക്കെ ഓരോ മനുഷ്യൻ കൈവരിക്കുന്ന നിലപാടുകളൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഈ ജീവിക്കുന്ന വിശുദ്ധരെന്നൊക്കെ പറയുന്ന ആൾക്കാർ കുടുംബങ്ങളിൽ ശക്തമായി ജീവിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും എൻ്റെ ഒരു സബ്ജക്റ്റാണ്. ഞാനീ ജീവിക്കുന്ന വിശുദ്ധരെ, കുടുംബങ്ങളിൽ ജീവിക്കുന്നവരെ എപ്പോഴും അന്വേഷിച്ച് പോയി അവരുടെ അനുഭവങ്ങളെ ചില സമയത്ത് കൃപാസനത്തിൻ്റെ പത്രത്തിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിലൊക്കെ അനുഭവമായിട്ട് എഴുതും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, വിശുദ്ധരാകണമെങ്കിൽ അച്ഛന് ആയിരിക്കണം അല്ലെങ്കിൽ കന്യാസ്ത്രീ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ പിശക്. പൊതുവെ ഇക്കാര്യങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും തന്നെ വൈദികരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, കുറച്ച് പേർക്കെങ്കിലും തോന്നും, അയ്യോ വിശുദ്ധരാകണമെങ്കിൽ അച്ഛനാകണമല്ലോ അല്ലെ കന്യാസ്ത്രീ ആകണമല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു പ്രതിസുവിശേഷത്തിൻ്റെ രീതിയിലേക്ക് ചില ആൾക്കാർ എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്, നമ്മളുടെ ഈ വചനത്തിൻ്റെ ജീവിതത്തിലെ കുടുംബത്തിലെ നരകതുല്യമായ തീയിൽ നിന്നുകൊണ്ട് ജീവിതം കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെടുകയും, ഇപ്പോൾ നമുക്കറിയാം അഗ്നിശോധന ചെയ്ത വിശ്വാസം, ശോധന ചെയ്ത സ്വർണം, പ്രലോഭനങ്ങളെ അതിജീവിച്ച വിശ്വാസം അഗ്നിശോധന ചെയ്ത സ്വർണത്തെക്കാൾ വിലയുള്ളതാണെന്ന്. അപ്പോൾ വിശ്വാസത്തെ വിലയുള്ളതാക്കാൻ ഇപ്പോൾ 1 പത്രോസ്ലിഹായുടെ 1-ാമത്തെ ലേഖനം 1:7 അതായത് അഗ്നിശോധന ചെയ്ത സ്വർണത്തെക്കാൾ വിലയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ച വിശ്വാസത്തിനാണ്. ഇപ്പോൾ വില എന്നാ പറയുന്നത് വിശ്വാസത്തിന്. വിശ്വാസം ഇങ്ങനെ പലതരത്തിലുള്ള വിലയാണ്. റോമ 9:16 നമ്മുടെ പ്രയത്നങ്ങളില്ല, മറിച്ച്
ദൈവത്തിന് നമ്മോടുള്ള ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവിന് ദയ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അടിസ്ഥാനം ഇല്ലാണ്ട് വരും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദയ എന്ന് പറയുമ്പോൾ ദൈവത്തിനും ദയ നമ്മളോട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും അടിസ്ഥാനം ഉണ്ടാകത്തില്ല. വിദ്യാഭ്യാസം ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ടാകത്തില്ല. നിൻ്റെ ബിസിനസ് ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ടാകും. നിൻ്റെ ജോലിക്ക് ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകത്തില്ല. നിൻ്റെ യാത്രക്ക് ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകത്തില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിന് ദയ എങ്ങനെ ഉണ്ടാകും? ഇപ്പോൾ ജൈറൂസിന് മേൽ ദയ ഉണ്ടായതിനെ കൂടുതൽ ദയം രക്തസ്രാവക്കാരുടെ രോഗിയോടുണ്ടാകും. എന്താ കാര്യം? അവൾ കുറച്ചുകൂടി ആഴമായി വിശ്വസിച്ചു. രക്തസ്രാവക്കാർ രോഗിയോടുണ്ടായിരുന്നേക്കാൾ കൂടുതൽ ദയ ശതാധിപനോടുണ്ടാവും. ഇനി ശതാധിപനേക്കാൾ ദയ തോന്നാൻ സാധ്യതയുള്ള ഒരാളുണ്ട്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനങ്കാരിയാണ്. കാനങ്കാരി 15:28 ഈശോ അവളോട് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 15:28 കർത്താവ് അവളോട് പറയുന്നില്ലേ, "വുമൺ, ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്", നിൻ്റെ വിശ്വാസം വലുതാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? അവളോട് എന്താ പറഞ്ഞത്? അവൾക്ക് ആദ്യം അവളുടെ മകളെ പിശാച് ബാധിച്ചപ്പോഴേ അവൾ നേരിട്ട് വന്ന് പറഞ്ഞു, "ഈശോ, എൻ്റെ മകളെ പിശാച് ബാധിച്ചു, എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ജീവിക്കാൻ പറ്റണില്ല, എന്നെ സഹായിക്കണമെന്ന്" പറഞ്ഞപ്പോൾ കർത്താവ് മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ. പക്ഷേ അവൾ പ്രത്യാശ കളഞ്ഞില്ല. അവൾ വന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, പത്രോസ് ശ്രീഹായി ഒന്ന് പറ, ഞാൻ വിജാതി സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം കർത്താവ് എന്നെ മൈൻഡ് ചെയ്യാത്തത്, എന്നെ കേൾക്കാത്തത്, ഒന്ന് പറയേ എൻ്റെ മകളുടെ അവസ്ഥ മോശമാണ്. ഇതൊക്കെ പറയുമ്പോൾ പത്രോസ് വന്ന് ഈശോനോട് പറയും. അപ്പോഴേ ഈശോ അതിനേക്കാൾ ശബ്ദക്കുത്തം വർത്തമാനം പറയണം. എന്താ പറയണത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിഹിതമല്ലെന്ന്. പത്രോസിന് വെള്ളിടി കിട്ടിയോട് മരവിച്ച് പോയി. എന്താ കാര്യം? അത് കഷ്ടമല്ലേ? അവളാണെങ്കിൽ ശാമ്പരിക്കണം, പിന്നെ അത് കുത്താണ പോലെയല്ലേ. പക്ഷേ എല്ലാവരും ഓർത്ത് ഇവളുടെ ഇത് എന്താ വരാൻ പോകണമെന്ന് അറിയാൻ പോലെ അപ്പോസ്തലന്മാരെല്ലാം ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവളൊരു കാര്യം പറഞ്ഞു, "കർത്താവേ, അങ്ങ് പറഞ്ഞത് ശരിയാ, ഞാൻ പട്ടിയാ. അങ്ങ് പറഞ്ഞത് ശരിയാ, ഞാൻ പട്ടിയാ. പക്ഷേ ഈശോ, പട്ടികൾ പോലും തങ്ങളുടെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വരുന്ന അപ്പക്കഷ്ണം തിന്നാറുണ്ടല്ലോ എന്ന്." അപ്പോഴാണ് ഈശോ ഇവളെ നോക്കിയത്. ഉമാൻ സ്ത്രീ, നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമാണ് ദയ. എന്നിട്ട് ഉദ്ദേശം പറഞ്ഞത്, നീ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? തൽക്ഷണം പിശാച് അവളെ വിട്ടുപോവുകയാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ച പോലെ നടത്താൻ പറ്റുമോ? ദൈവത്തിൻ്റെ ദയ നമുക്ക് തോന്നുന്ന രീതിയിൽ അതിൻ്റെ പ്രോസസ്സുണ്ട്. ആദ്യം പ്രാർത്ഥനയ്ക്ക് മിണ്ടത്തില്ല, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന അപ്പോസ്തലന്മാരുടെ, അപ്പോഴതിനേക്കാൾ മോശമായ റെസ്പോൺസ്. അപ്പോഴവൾ വിട്ടുപോകാതെ അവിടെ തന്നെ നിന്നിട്ട് അവൾ എളിമപ്പെടും. അമ്മമാതാവ് പറഞ്ഞതല്ലേ, 1 ലൂക്ക 1:46 അവിടുന്ന് വിനയാന്യതരെ ഉയർത്തിയെന്നാണ്. ദൈവത്തിന് പണ്ട് വരെ ഉള്ള ഒരു കാര്യമാണ്. വിനയപ്പെടുത്തണം എന്തിനാ? ഉയർത്താൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മൾക്ക് കൃപ തരാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് നമുക്ക് ദയ തരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ അതിന് ആ ദയ സ്വീകരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവം മാത്രമായിരിക്കണം. വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. വിശ്വാസം പിശാച് ഏറ്റു പറയുന്നില്ലേ? പിശാച് എന്തെല്ലാണ് പറയണേ? പിശാച് ദൈവം ഏകനാണെന്ന് യാക്കോബ് 2:19 പിശാച് ദൈവത്തെ വിശ്വസിക്കണമെന്ന്. അത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കണതാ. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന്. അപ്പോൾ അതുതന്നെയല്ലേ മർക്കോസിന് മത്തായിയുടെ 16:16 പത്രോസ് പറഞ്ഞത്, യു ആർ ക്രൈസ്റ്റ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, നീ ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. പത്രോസ് പ്രഖ്യാപിക്കുന്നു, വിശ്വാസം പിശാചും പ്രഖ്യാപിക്കുന്നു. പിന്നെ നമ്മുടെ വിശ്വാസത്തിന്, പത്രോസിൻ്റെ വിശ്വാസത്തിന് എന്താണ് വില? അതാണ് വിഷയം. എന്താ വില? താൻ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പിശാച് തയ്യാറല്ല. പക്ഷേ പത്രോസ് വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പത്രോസ് തയ്യാറാണ്. അതാണ് പത്രോസിൻ്റെ വിശ്വാസം. ദൈവവേദന നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ദൈവം നഷ്ടപ്പെട്ടു പോലും, അല്പം തകർച്ച വന്നാൽ പോലും ദൈവത്തിൽ, വിശ്വാസത്തിൽ, വചനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മൾ സ്നേഹിക്കും. ദൈവത്തിന് സ്നേഹമുണ്ടാകും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനം ഉണ്ടാകും. അങ്ങനെ അടിസ്ഥാനം ഉണ്ടായി വളരാൻ
ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേട്ട വചനങ്ങളെ കർത്താവേ മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങി കർത്താവേ പരിശുദ്ധ അമ്മയെ പോലെ മാംസം കൊടുത്ത് വിശ്വാസത്തിൽ പ്രശോഭിക്കാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ കേട്ട വചനങ്ങൾ പോലെ പല പല തകർച്ച വന്നിട്ട് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ദയക്ക് മാത്രമായ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വെളിപ്പെടുത്തി. പക്ഷെ അദ്ദേഹം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ആ സ്നേഹമാകട്ടെ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ ഏറ്റുപറയുന്നതിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഒഴുകും. സ്നേഹത്തിൻ്റെ കൂടെ ദയയും നമുക്ക് സാക്ഷ്യം ശ്രമിക്കാം. എൻ്റെ പേര് അൽഫോൺസ ജോൺ. ഞാൻ അർത്തിങ്ങിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ അമ്മയുടെ ഇടത് ചെവിയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. ആർത്തിങ്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമ്മച്ചിക്ക് പൂർണ്ണമായിട്ട് മുഴ എടുത്ത് മാറ്റാൻ സാധിച്ചില്ല. അമ്മച്ചിയുടെ ഇടത് കണ്ണ് തുറക്കാനും പറ്റിയാലും കെറി കോടി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ 2 കണ്ണും തുറന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഒരു സന്ദേശം പറഞ്ഞു, ക്യാൻസർ രോഗിയായ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ ഈ മെസ്സേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒരു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും തകർച്ചയോ പ്രതിസന്ധി ഉണ്ടായാൽ വിട്ടുമാറാതെ ദൈവത്തെ വിട്ടുമാറാതെ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോയാൽ നമ്മൾക്കും ദയ കിട്ടും. അത് നമ്മൾ കിട്ടുന്ന ദയ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുകയും ചെയ്യും. അങ്ങനെ നിന്നോട് ദയ കാണിക്കാൻ നിൻ്റെ സ്നേഹവും നിൻ്റെ വിശ്വാസവും സ്വീകരിക്കാൻ നിന്നോട് ദയ കാണിച്ചുകൊണ്ട് നിൻ്റെ ജീവിത മണ്ഡലങ്ങളെല്ലാം അടിസ്ഥാനം തരാൻ ഇപ്പോഴാരാധനയിൽ ഈശോ എഴുന്നള്ളുകയാണ്. കർത്താവിൻ്റെ ദയ സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഉണ്ടാകാൻ നമുക്ക് ആരാധനയിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന
വിശ്വാസത്തോടുകൂടി സ്തുതിക്കട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ആരാധനയില് ദിവ്യകാരുണ്യനാഥന്റെ മുന്നില് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് കർത്താവേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അങ്ങയുടെ കാരുണ്യത്തിനായി കേടപേക്ഷിക്കുന്നുണ്ട് കർത്താവേ. അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. കർത്താവേ, അങ്ങയുടെ ദയ അഭിഷേകമാവിധം കർത്താവേ ഇപ്പോൾ ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ ശക്തിയെ കൃപയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കലാകാരിക്ക് അഭിഷേകം നൽകിയ ദൈവമേ, സൗഖ്യം നൽകിയ ദൈവമേ, കർത്താവേ ആത്മാവിൽ അഭിഷേകം നൽകിയല്ലോ. കർത്താവായ ദൈവമേ, രോഗപീഠകളാൽ വലയുന്നവര്, സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവര്, ജീവിത വ്യഗ്രതകളാൽ വിഷമിക്കുന്നവര്, കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ ബലത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി കേഴുന്ന ദൈവജനത്തോട് കർത്താവേ അവിടുന്ന് ദേ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 123:2 കർത്താവെ അടിയൻ പ്രാർത്ഥിക്കുന്നു. ദാസന് യജമാന്റെ മേൽ കൈകളിലേക്കുന്നത് പോലെ, ദാസിതന്റെ സ്വാമിനിയുടെ കൈകളിലേക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ മേൽ കണ്ണ തോന്നുവോളൂ ഞങ്ങളുടെ കണ്ണുകൾ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കർത്താവെ, നിന്നെ നോക്കുന്നൊരു പ്രകാശരാകുമല്ലോ കർത്താവെ. നല്ലവനായ യേശുവേ, ഇപ്പോഴനേകം മക്കൾ ദാസനെപ്പോലെയും കർത്താവെ ദാസിയെപ്പോലെയും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ തിരുമുറിവാർന്ന് വലത് കരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ കർത്താവെ ആരാധനയിൽ കർത്താവെ അങ്ങനെ നോക്കുന്ന ഓരോ മകനെ അങ്ങ് പ്രകാശിതനാക്കണമേ, പ്രകാശിതയാക്കണമേ കർത്താവെ. ഞങ്ങളെ കൈവിട്ട് കളയില്ലേ കർത്താവെ. കർത്താവെ, ഇതിൻ്റെ വലിയ ശക്തി കർത്താവ് ഈ നിമിഷം കർത്താവെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, മനുഷ്യന് പരിഹരിക്കാനാവാത്ത വിധത്തിലെ കർത്താവ് വേദന അനുഭവിക്കുന്നവർ, എന്നിട്ടും വിശ്വാസത്തിലും പ്രാർത്ഥനയും കർത്താവ് നിന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോഴീ നിമിഷം കർത്താവ് നിന്റെ വലിയ കൃപ, വലിയ ദയ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ രോഗങ്ങളുടെ മേൽ ദയ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ഈശോയെ LTS എക്സാം എഴുതുന്ന മക്കളുടെ മേൽ ദയ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ സാമ്പത്തിക വിഷമതയിൽ കഴിയുന്നവരുടെ മേൽ ദയ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ ഓരോ മകൻ കർത്താവ് അങ്ങയുടെ ദയയാണ് കർത്താവേ ഞങ്ങളുടെ ഓരോ കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും. റോമ 9:16 പ്രാർത്ഥിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളുടെ പരിശ്രമങ്ങളല്ല കർത്താവേ, നിൻ്റെ ദയ മാത്രമാണ് കർത്താവേ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം നിൻ്റെ ദയയാണ് കർത്താവേ. അതിൻ്റെ മേൽഗതി നിൻ്റെ ദയയാണ് കർത്താവേ. സ്ഥലമില്ലാത്ത സ്ഥലം ലഭിക്കണം നിൻ്റെ ദയയാണ് കർത്താവേ. വീട് വെക്കണം നിൻ്റെ ദയയാണ് കർത്താവ്. വിവാഹം ഒത്തുവരാൻ നിൻ്റെ ദയയാണ് കർത്താവ്. മക്കളെ ലഭിക്കണം നിൻ്റെ ദയയാണ് കർത്താവ്. കടങ്ങളെ പരിഹരിക്കണം നിൻ്റെ ദയയാണ് കർത്താവ്. ഇങ്ങനെ ഓരോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവകാരുണ്യമേ, ദിവ്യകാരുണ്യം നിൻ്റെ ദയയാണ് കർത്താവ്. നിൻ്റെ ദയ ഞങ്ങളിലേക്ക് നീ വർഷിക്കണ കർത്താവ്. നിനക്ക് ഞങ്ങളോട് സ്നേഹം തോന്നുമ്പോഴാണെന്ന് കർത്താവ് 1 Corinthians 11:4 പറയുന്ന കർത്താവ്. ഈശോയെ, നിനക്ക് ഞങ്ങളോട് സ്നേഹം തോന്നാൻ പറ്റുന്ന രീതി കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മ അയച്ചുകൊണ്ട് കർത്താവ് ഈശോയെ ഗലാത്യയിലെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന കർത്താവ് 6:12 ഈശോയെ അങ്ങയുടെ ദയ കർത്താവ് 5:22 കർത്താവ് ദയരാതെ എഴുതിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കൂടെ കർത്താവ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് ദയ എന്ന് കർത്താവ്. പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഫലമായ ദൈവമായി അയക്കണമേ കർത്താവ്. ഈശോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടയിൽ കൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇറച്ചിയായി മാറിയവനെ,
കർത്താവ്, നിന്റെ മുൾക്കിൽ നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവ്, നിന്റെ ദയയുടെ രക്തം കർത്താവ്, നിന്റെ ദയയുടെ ശക്തി കർത്താവ്, മരുന്ന് ലേപനം അല്ല കർത്താവ്, അങ്ങനെ അച്ഛനും ആളുടെ മക്കൾ സുഖപ്പെടുന്ന കർത്താവ്, അത് അങ്ങനെ ദയയാലാണല്ലോ കർത്താവ്. യേശു ക്രിസ്തുവെ, നിന്റെ തിരുവിലാൽ മുറിവിന്റെ ദയയാൽ, നിന്റെ ചരണങ്ങളിലെ ആണിപ്പഴുത്ത ദയയാൽ, നിന്റെ മുൾക്കിൽ നൽകുന്ന രക്തത്തിന്റെ ദയയാൽ, നിന്റെ തിരുവിലാൽ മുറിവിന്റെ ദയയാൽ ഈ രോഗികളോട് കർത്താവ് ഇപ്പോഴകന്നു അടുത്തുമൊക്കെ കർത്താവ് ധ്യാനം കൊടുക്കുന്ന നീ ആരാധന പങ്കെടുത്തിരിക്കുന്ന ഓരോ മക്കളും കർത്താവ് മൊഴിമുട്ടി കർത്താവ് ഗതിയില്ലാതെ ജീവിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അത്ര കടങ്ങളും അത്ര തകർച്ചയിരിക്കുന്ന ഓരോ മക്കളും കർത്താവ് ഏകപക്ഷികമായി കർത്താവ് യേശു ക്രിസ്തുവേ, നിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ തിരിച്ചോരയുടെ സത്യാൽ, അതിന്റെ കൃപയാൽ, അതിന്റെ കാരണത്തിന്റെ യോഗ്യതയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ദയ ചൊരിയട്ടെ. ദൈവത്തിന് ദയ ചൊരിയട്ടെ. ദയയുടെ സമാപന ആശീർവാദം, ദിവ്യകാരുണ്യത്തിൻ്റെ സമാപന ആശീർവാദം. ദൈവത്തിനെ കർത്താവിൽ നമ്മുടെ ആശീർവാദത്തോട് ദയ സ്വീകരിക്കാൻ പോയ ഈ ആശീർവാദത്തോടു കൂടി പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ യോഗ്യതയല്ല, അങ്ങയുടെ കൃപ, അങ്ങയുടെ ദയയാൽ എൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ കർത്താവെ ഈ ആശീർവാദത്തിൻ്റെ വലിയ ശക്തി നിറഞ്ഞു വന്നു. നിസ്സഹായനും പാപിയും പുഴുവും കിടവും കൃപയുമായി കർത്താവെ, അങ്ങയുടെ ദൃശ്യത്തിൽ നിൻ്റെ കർത്താവ് എന്ന പേരിന് പോലും വിശ്വാസി എന്ന പേരിന് പോലും യോഗ്യതയല്ലാതെ കർത്താവെ, നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ കരുണയുടെയും ദയയുടെയും യോഗ്യതയാൽ ശിരസ് നമിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ നീ ആശീർവദിക്കുമ്പോൾ കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരെ ഈ ആശീർവാദം കൊണ്ട് അടിപ്പിറവോട് ദൈവത്തിന്റെ ശക്തിയിലേക്ക് ആവശ്യിക്കണമേ. സൂര്യ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തിക്കൂടി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിത പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശ്വാസമുണ്ട് കർത്താവേ, അത് അഗ്നിയിൽ ശോധന ചെയ്ത് രക്തത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, രക്തസ്രാവക്കാരെ സൗഖ്യം കൊടുത്ത ദൈവമേ, അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സങ്കീർത്തനം 34 പ്രാർത്ഥിക്കുന്ന കർത്താവേ, എളിയവന്റെ നിലവിളികളുടെ മേൽ അവിടുത്തെ ചെവി ചായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകത്തിന്റെ വിവിധ കോണിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നാനാവിധ രോഗങ്ങളെയും ദുരിതങ്ങളെയും ഏറ്റെടുത്ത് ആത്മാവിൽ ദയ വർഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.